ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം ആസിഫ് അലിയുടെ KGF. അതാണ് ടിക്കറ്റാക്കി ഞാൻ കൊടുക്കുന്നൊരു ക്യാപ്ഷൻ. കാരണം എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും, ഞാൻ ടീസർ ഇല്ലെങ്കിൽ ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയായിരുന്നു ഇന്നലെ. ആ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല ഇത്രമാത്രം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മൂവി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ടീസർ ഇത്രയും സൗണ്ട് സിസ്റ്റം കൊണ്ടും ആ ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ കോരി തരിപ്പിച്ച് പറഞ്ഞാൽ അതിലൊരു കുറവുണ്ടാവില്ല ഗൈസ്. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയുടെ ആ ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയത്. ശരിക്കും പറഞ്ഞാൽ സൗണ്ട്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ കുഞ്ഞ് സൗണ്ട്സ് പോലും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര മാത്രം അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ അവർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. രവി ബസൂറാണ് നമ്മുടെ സ്വന്തം KGFിലെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ എലിവേഷൻ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഊഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അത്ര മനോഹരമായിട്ട് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് രോഹിത് VS ആണ്. രോഹിത്തിനെ കുറിച്ച് നമുക്കറിയാലോ, കള എന്ന മൂവി അതിഗംഭീരമായ മൂവി എന്ന് വെച്ചാൽ നമ്മുടെ ടോവിനോയും സുമേഷ് മൂറും കൂടി തകർത്താടിയ ഒരു സിനിമയാണ്. അത് ഒരുപാട് ക്രിറ്റിക്സ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അത്രമാത്രം മനോഹരമായൊരു റിവഞ്ച് സ്റ്റോറി ആയിരുന്നു കള എന്ന മൂവി. അത് ഗംഭീരെന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ ഓർഡിനറി മൂവിയായിരുന്നു നമ്മുടെ കള എന്ന് പറഞ്ഞത്. അത് അത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചു. നമ്മൾ ഒരു വില്ലൻ എങ്ങനെ ഒരു നായകൻ എന്നെ വെച്ച് വില്ലൻ കഥയില്ല അമ്മാര്, കാരണം നേരെ വയസ്സ് വേഷയായി പോയി. സാധാരണ വില്ലനാണെങ്കിൽ എപ്പോഴും തോൽക്കുക. ഇവിടെ വില്ലൻ എന്താ പറയുക, വില്ലൻ ജയിക്കും, നായകൻ ഇവിടെ ഒന്നും ഇല്ലാതാവുകയും ചെയ്തു, ഒരു സെക്കൻഡ് ഹീറോ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അത് അതിഗംഭീരമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ടിക്ടാക്ക എന്ന് പറഞ്ഞ മൂവിയിൽ ആസിഫ് അലിയുടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആസിഫ് അലി പറഞ്ഞ വ്യക്തി എൻ്റെ സിനിമ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ പറഞ്ഞാൽ എക്സ്ട്രാ ഓൾഡ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും വന്നു പോയിട്ടുള്ള ഓരോ സിനിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ കോരിത്തെരിപ്പിക്കുന്നതാണ്. അതിൽ ഈ നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യൻ ലെവലിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം സിനിമ. കിഷ്കിന്ധ കാണ്ടൊക്കെ എന്താ ഇങ്ങനെ ഒരു മൂവി എന്നൊക്കെ ചോദിക്കുന്നില്ല, അത്രമാത്രം മനോഹരമായൊരു മൂവിയായിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ആസിഫ് അലീൻ്റെ കുറേ കാലങ്ങളായിട്ട് ആസിഫ് അലി ഈ സിനിമയ്ക്ക് വേണ്ടി ശാരീരികമായിട്ട് അധ്വാനിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് വിചാരിക്കുന്നത്. അതൊക്കെ തന്നെ ഒരുപാട് ദിവസത്തെ പ്രയത്നം ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നമ്മളെ തേടി വരുന്നു. കാരണം അധികം വൈകാതെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആസിഫ് എന്ന വ്യക്തി ഒരു മെഗാ സ്റ്റാറിനല്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ, ഇല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക പാൻ ഇന്ത്യ സ്റ്റാർ പോലില്ല അതുപോലെ ആവാനുള്ളൊരു ചാൻസസ് എനിക്ക് ഇല്ലാതില്ലെന്ന് പറയുന്നില്ല. കാരണം അത്രമാത്രം ആ ഒരു സിനിമയുടെ ഒരു എടുപ്പും ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു KGF ലെവലിലേക്കുള്ളൊരു ക്രിയേറ്റിവിറ്റിയാണെന്നാണ് ആസിഫിനെ ഒരിക്കൽ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു. കാരണം മലയാളത്തിൽ നിന്നൊരു KGF എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് പോകും. കാരണം എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് നമ്മുടെ രോഹിത് എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറിനെ കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിന് ഫാസ്റ്റ് സിനിമയെ നമ്മളെ കണ്ട് എടുത്തിട്ട് അലക്കിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ജോൺ ഡെൻവറായിട്ട് ആസിഫ് അലി അഴിഞ്ഞാടിയിരിക്കും. ആ ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ തന്നെ നമുക്ക് കണ്ടിരിക്കുന്നത് അത്രമാത്രം ഒരു ഹൈ ഐറ്റമാണ്, ഹൈ വോൾട്ടേജ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഓരോ മുക്കും മൂലയും നോക്കുകയാണെങ്കിൽ എല്ലാം കഴിവുറ്റ് ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിലുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും എനിക്ക് മ്യൂസിക്കലിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇതിനെ പിടിച്ചത്. അതിലപ്പോൾ ആസിഫിൻ്റെ മോഡുലേഷൻ ഉണ്ടല്ലോ, ആ ഒരു പറയുന്ന ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്, അതൊക്കെ എൻ്റെ മോനെ പറഞ്ഞാൽ കിടുക്കാച്ചിയാണ്. കാരണം ഈ ഒരു സിനിമ നമ്മൾ എന്തായാലും എല്ലാവരും നിങ്ങളെപ്പോലെ ഞാൻ വളരെയധികം ആകാംക്ഷകൾ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഈ സിനിമ വരുന്നത്. കാരണം ആ ഫസ്റ്റ് ഡേ കാണണം. കാരണം മലയാളത്തിൻ്റെ ഒരു KGF എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാർക്കോ ആണ് അതുപോലെ ഈ ഒരു പാൻ ഇന്ത്യ ബേസിലേക്ക് വന്ന് ഈ അടുത്ത കാലത്ത് ഒരു ആക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആസിഫ് അലിയുടെ ഒരു പാൻ ഇന്ത്യൻ KGF അതാണ് ക്യാപ്ഷൻ തന്നെ എല്ലാവരുടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്ഷനോടുകൂടി ഇറങ്ങുമ്പോൾ അതായത് വെറുതെ ആവില്ലെന്ന് വിശ്വസിക്കുന്നത്. കാരണം ആക്ഷനാണ് മാക്സിമം വരുന്നത്. കാരണം ഈ വർഷം ഒരുപാട് ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ വരുന്നുണ്ട്. ഇനി അടുത്ത് ഗെയിം വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ആക്ഷൻസിനെ കണക്ട് ചെയ്തിട്ട് വരുന്നത്. കാരണം കുറേ കാലമായിട്ട് നമ്മൾ മലയാളത്തിൽ ആക്ഷൻസ് ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തീർത്ത് കളയും ഈ വർഷം കൊണ്ട്. കാരണം അത്രമാത്രം ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആക്ഷൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും ഈ ഒരു സിനിമ വിജയിച്ചു എന്ന് വിചാരിക്കുകയാണ് ഞാൻ തന്നെ. കാരണം അത്ര ടെക്നിക്കലി നല്ല ബ്രില്യൻസ് ആയിരുന്നു. ആ ഒരു ഷോട്ടിൽ തന്നെ ആ
അപ്പോൾ അദ്ദേഹം ഒരു ബോട്ടിലെടുത്ത് ഇങ്ങനെ കുടിക്കുന്നുണ്ട്, മദ്യം കുടിക്കുന്നുണ്ട്. ആ മദ്യം കുടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മോഡുലേഷൻ വോയിസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആ മദ്യം ഇങ്ങനെ തുളുമ്പുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തുളുമ്പുന്ന സമയത്ത് ആ ഒരു സൗണ്ട് പോലും അത്ര ക്ലാരിറ്റിയോടുകൂടി ഇതിലേക്ക് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ഉടനീളം ഈ സിനിമയുടെ വിഷ്വൽ ട്രീറ്റ് ആയിട്ടോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ആയിട്ടോട്ടെ, അല്ലെങ്കിൽ ആക്ടിങ് ആയിക്കോട്ടെ, ആസിഫ് അലി ആക്ടിങ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര മനോഹരമായ ആക്ടിങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു വേറെ തലത്തിലൊരു ആസിഫ് അലി നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് യാതൊരു സംശയവും വേണ്ട ഗൈസ്. കാരണം ആ ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ കൊണ്ട് മാത്രം നമ്മളെ ഇത്രമാത്രം ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസർ ട്രെയിലർ എന്നൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഈ ഒരു ട്രെയിലർ വരുന്നതോടുകൂടി ഈ സിനിമയുടെ വോൾട്ടേജിൻ്റെ ഉണ്ടല്ലോ, അത് ഹൈ ആണോ ലോ ആണോ എന്ന് പറയാൻ പറ്റും. അത്രമാത്രം ഒരു ഹൈ ക്ലാരിറ്റി. എനിക്ക് ഏറ്റവും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഡയറക്ടറും എന്താ പറയുക, നമ്മുടെ രവി ബസൂറും മ്യൂസിക് ഡയറക്ടറും പിന്നെ നമ്മുടെ സ്വന്തം ആസിഫും, ഇവർ 3 പേരിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അത് എനിക്ക് വല്ലാത്ത ഒരു കോമ്പിനേഷനായി തോന്നുന്നുണ്ട്. കാരണം രവി ബസൂർ ഇതിന് മുമ്പ് വന്നിരിക്കുന്നത് മഡ് എന്ന മൂവിയിലായിരുന്നു വന്നിരിക്കുന്നത്. അതിൽ സൗണ്ട് സിസ്റ്റം വളരെ രസമായിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും രണ്ടാമത്തെ സിനിമയാണ് അദ്ദേഹം വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു സിനിമ പൊളിച്ച് അടിക്കുന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് പോട്ടെ. KGF ഒക്കെ നമ്മൾ കണ്ട് നമ്മളെ സീറ്റിൻ്റെ എഡ്ജിലേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ യാഷ് എന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ കാണുന്ന ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, അതിൻ്റെക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് എന്ന സാധനം അതും കൂടി നമ്മളെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 100% അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു സാധനം മലയാളത്തിൽ വരുമ്പോൾ, മലയാളം മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഒരു അറ്റൻഷൻ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ടാണല്ലോ, നമ്മളൊരിക്കലും 30 കോടി ഇറക്കിയിട്ട് 350 കോടി അടിച്ച ടീമാണ് നമ്മൾ, അല്ലേ? അതാണ് ലോക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഒരു ആക്ഷൻ സിനിമ കുറേ കാലമായിട്ട് അതിനുവേണ്ടി ശാരീരികമായിട്ടും അധ്വാനിക്കുന്നു, എല്ലാ തരത്തിലും അധ്വാനിക്കുന്നു കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു എഫേർട്ട്, മലയാളീസ് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, തമിഴ് പറയുന്നത് വീണാ പോകമാട്ടെ എന്ന് പറയില്ലേ, വെറുതെ പോകില്ലെന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം വീണ്ടും ഒരു ഹൈ വോൾട്ടേജ് മലയാളം ഒരു ആക്ഷൻ മൂവി വരികയാണ്. നമ്മളെല്ലാവരും ഈ സിനിമ വിജയിപ്പിക്കുക. കാരണം നല്ലൊരു സിനിമ ആവട്ടെ വിശ്വസിക്കുന്നു. കാരണം എനിക്കെന്തായാലും ഈ ഒരു ചെറിയ പ്രൊമോ വീഡിയോ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ ടീസർ വന്നത് ഡയറക്റ്റ് സിനിമ വരികയാണെങ്കിൽ പോലും നമ്മൾ കാണാൻ പോകും. കാരണം ഈ ഒരു പ്രീമിയം ലെവൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് അധികം എന്താ പറയുക വലുതായിട്ടൊന്നും കാണിച്ച ഒരു ചെറിയൊരു സാധനം കാണിച്ച് തന്നെ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു സാധനം കിടുക്കാഴ്ചയായിരിക്കും. എന്തായാലും എല്ലാവിധ ഓൾ ദി ബെസ്റ്റ് ഈ സിനിമയ്ക്ക് നൽകുന്നു. ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ, സീ യു.